ആന്ധ്രാപ്രദേശിലെ അന്നമയ്യ ജില്ലയിൽ 2ാം ക്ലാസ്സുകാരിയായ പിഞ്ചു ബാലികയെ അയൽവാസി ക്രൂരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ സംഭവം നടുക്കമാകുന്നു. മദനപ്പള്ളി നഗരത്തെ കണ്ണീരിലാഴ്ത്തിയ കൊലപാതകത്തിന് പിന്നാലെ പ്രതിയെ തടാകത്തിൽ മരിച്ച നിലയിലും കണ്ടെത്തി. 30കാരനായ കുലവർദ്ധൻ എന്നയാളാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. തിങ്കളാഴ്ച വൈകുന്നേരം വീടിന് സമീപം കളിച്ചുകൊണ്ടിരിക്കെയാണ് 2ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയെ പെട്ടെന്ന് കാണാതെയാകുന്നത്. കുട്ടി എവിടെ പോയെന്ന് അറിയാതെ വീട്ടുകാരും നാട്ടുകാരും മണിക്കൂറുകളോളം പ്രദേശം മുഴുവൻ അരിച്ചു പെറുക്കിയെങ്കിലും യാതൊരു സൂചനയും ലഭിച്ചില്ല. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയും അവർ നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് നാടിനെ നടുക്കിയ ക്രൂരതയുടെ വിവരങ്ങൾ പുറത്തുവന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയാണ് പ്രതിയായ കുലവർദ്ധനിലേക്ക് പോലീസിനെ എത്തിച്ചത്. മദ്യത്തിന് കടുത്ത അടിമയായ 30കാരൻ കുലവർദ്ധൻ കുഞ്ഞിനെ പ്രലോഭിപ്പിച്ച് തന്റെ മുറിയിലേക്ക് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അയൽവാസി എന്ന വിശ്വാസത്തിൽ കുട്ടി ഇയാളോടൊപ്പം പോയതാണ് ദാരുണമായ അന്ത്യത്തിന് കാരണമായത്. തന്റെ മുറിയിൽ വെച്ച് ഇയാൾ പിഞ്ചു കുഞ്ഞിനെ അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി. കുഞ്ഞിന്റെ നിലവിളി പുറത്തറിയാതിരിക്കാനും പീഡന വിവരം പുറം ലോകം അറിയാതിരിക്കാനും ഇയാൾ കൊടും ക്രൂരതയാണ് പിന്നീട് കാട്ടിയത്. പീഡനത്തിന് ശേഷം തെളിവുകൾ പൂർണ്ണമായി നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വെള്ളം നിറച്ച ഒരു വീപ്പയിൽ കുട്ടിയെ മുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷവും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ പെരുമാറിയ പ്രതി കുട്ടിയുടെ മൃതദേഹം ആ രാത്രി മുഴുവൻ സ്വന്തം മുറിയിൽ തന്നെ സൂക്ഷിച്ചു എന്നതും പോലീസിനെ പോലും ഞെട്ടിച്ചു. പിറ്റേന്ന് പരിശോധനയ്ക്കിടെ പ്രതിയുടെ വീട്ടിലെ വീപ്പയ്ക്കുള്ളിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെടുത്തത്. നരകതുല്യമായ പീഡനത്തിനൊടുവിൽ ഒരു പിഞ്ചു ജീവൻ പൊലിഞ്ഞത് അറിഞ്ഞതോടെ മദനപ്പള്ളി നഗരത്തിൽ വൻ പ്രതിഷേധമാണ് ആഞ്ഞടിക്കുന്നത്. കുട്ടിയുടെ മൃതദേഹം പ്രതിയുടെ വീട്ടിലെ വീപ്പയ്ക്കുള്ളിൽ നിന്നും കണ്ടെടുത്തതോടെ മദനപ്പള്ളി നഗരം പ്രതിഷേധ കടലായി മാറി. പ്രകോപിതരായ നാട്ടുകാർ ദേശീയപാത ഉപരോധിക്കുകയും പ്രതിയെ തങ്ങൾക്ക് വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. മണിക്കൂറുകളോളം മദനപ്പള്ളി നഗരം സ്തംഭിച്ചു. പോലീസ് പ്രതിക്കായി തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത പുറത്തുവരുന്നത്. കുലവർദ്ധനെ സമീപത്തെ ഒരു തടാകത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇയാൾ മുൻപ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരിക്കുകയാണ്. പ്രതിയുടെ മരണത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്നും പോലീസ് അറിയിച്ചു. മദനപ്പള്ളി നടുക്കിയ ഈ ക്രൂരകൃത്യം ആധുനിക സമൂഹത്തിന് തന്നെ വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. നിഷ്കളങ്കയായ ഒരു പെൺകുഞ്ഞിന്റെ ജീവൻ അപഹരിച്ച പ്രതി കുലവർദ്ധന്റെ മരണം ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ സംഭവം ഉയർത്തുന്ന സുരക്ഷാ ഭീഷണികൾ അവഗണിക്കാനാവില്ല. മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ട ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ സമൂഹത്തിൽ എത്രത്തോളം അപകടകാരികളാണെന്ന് ഈ നിഷ്ഠൂരമായ കൊലപാതകം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം പിഞ്ചുകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ കർശനമായ നിരീക്ഷണവും സാമൂഹിക ജാഗ്രതയും അനിവാര്യമാണ്. ഒരു കുഞ്ഞിന്റെ ചിരിമാഞ്ഞ ഈ മണ്ണിൽ നിന്നും ഉയരുന്ന പ്രതിഷേധാഗ്നി ഇനിയൊരു കുഞ്ഞിനും ഇത്തരമൊരു ദുർവിധി ഉണ്ടാകരുതെന്ന് ഉറച്ച സന്ദേശമാണ് നൽകുന്നത്. നിയമവാഴ്ചയും സുരക്ഷാ സംവിധാനങ്ങളും കൂടുതൽ ശക്തമാകേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് മദനപ്പള്ളിയിലെ ഈ കണ്ണീരോർമ്മ വിരൽ ചൂണ്ടുന്നത്.